ഈ കഴിഞ്ഞ ആഴ്ചയും കൂടെയും കൂലി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂലി വർദ്ധിപ്പിക്കുന്നതിലും കൂലി കൊടുക്കുന്നതിലും പ്രയാസമില്ല. പക്ഷെ അതേ സ്ഥാനത്ത് മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. നമ്മുടെ 28 എത്രയാണ് കൃത്യം 28 സംതിങ് ആണ് നമ്മുടെ പ്രൈസ് വരുന്നത്. അത് കാലാകാലങ്ങളായിട്ട് അത് തന്നെയായിട്ട് നിൽക്കുവാണ്. ബാക്കി എല്ലാ ചിലവുകളും ഏറുകയാണ്. അതായത് ഇതിപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കിക്കോളൂ എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ സർക്കാരുകളാണെങ്കിലും ഈ പറയുന്ന ഗവൺമെൻറ് ജീവനക്കാരാണെങ്കിലും എല്ലാവരും ചെയ്യുന്നത്. ഒത്തിരി ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കർഷകർ അതിൻ്റെ പുറകെ പോകാത്താണ് ഒത്തിരി ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. വലിയ അവഗണനയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഇന്നിവിടെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് കുട്ടനാട്ടിലെ ജനതയ്ക്ക് വേണ്ടിയാണ്. കർഷകർക്ക് അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ആലപ്പുഴയുടെ മണ്ണിലെ കർഷകർക്ക് കൃഷി ചെയ്യുവാനുള്ള സാഹചര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യം. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമാണ് കത്തോലിക്ക സഭയിലെ വിവിധ സംഘടനകൾ AKCCയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ അണിനിരന്നിരിക്കുന്നത്.